ചേട്ടൻ വന്നാ? അല്ല, ഒറ്റയ്ക്കുള്ളൂ. സാറില്ലേ? സാറൊക്കെ ഉണ്ട് കൂടെ. സാറിനൊരു കോള് വന്നപ്പോൾ സംസാരിക്കാനായിട്ട് പുറത്ത് നിൽക്കുക. അത് കഴിയുമ്പോൾ വന്നോളും. നീ ടോപ്പിക്ക് ചേഞ്ച് ആക്കാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ ലക്ഷ്മി? മാഡം, അത് പിന്നെ അത് എന്താണ് പാൽക്കുപ്പി? ഇത് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ലേ? ഇനി ഞാൻ പറയണോ? വേണ്ട. ഇതെന്റെ ഭർത്താവ്, ഞാൻ അവളുടെ ഭാര്യ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 വർഷമായി. എടാ, തലയ്ക്ക് വിളിവില്ലാത്തവനെ, അതൊരു തുണിയെടുക്കാത്ത സത്യമാണെങ്കിലും നീ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാവോ? അങ്ങനെയല്ല, ഇതെന്റെ ഭാര്യ, ഞാനിവളുടെ ഭർത്താവ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 2 വർഷമായി. സോറി ഗൈസ്, ഐ ആം റിയലി സോറി. ഇനിയിത് കണ്ടോണ്ട് ചിരിക്കാണ്ടിരിക്കാൻ എനിക്കാവില്ല. അത് നോക്ക്. എല്ലാവരും കൂടെ എന്റെ പാൽക്കുപ്പിനെ ഇങ്ങനെ പേടിപ്പിക്കാതെ. എനിക്ക് കുറച്ച് പേടിപ്പിക്കാനുള്ളതാ. ഓ മൈ ഗോഡ്, ഇവളെന്നെ കൊല്ലുമെന്നല്ല ഉദ്ദേശിച്ച്. അയ്യോ, നീ അത് ഇടടാ. ഇവരൊക്കെ നീ ഒരു കാര്യത്തിന് ഇങ്ങനെ ഇരുന്നിച്ചിരിക്കണേ. എന്തോ കൊലച്ചിരിയായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ രണ്ടാളിങ്ങനെ സംശയത്തോടെ നോക്കണ്ട. ഇവിടെ ഈ ഒരു കാര്യം അറിയാത്ത ഒരേ ഒരാള് നീ മാത്രമാണ് എൻ്റെ റിച്ചു. ബാക്കി എല്ലാവർക്കും അറിയാം. മാഡം, ഐ എം സോറി. ഞാൻ ശരിക്കും ഹേർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിലല്ല. എനിക്കെല്ലാം നേരത്തെ തന്നെ അറിയായിരുന്നടാ. അതായത് നീ എൻ്റെ അടുത്ത് കളിക്കാൻ തുടങ്ങിയപ്പോഴേ ആരുഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി നീ മാരീഡ് ആണെന്നുള്ള കാര്യം. പിന്നെ ഉണ്ടായിരുന്നൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. നീ ഓൾറെഡി ഒറ്റിയിട്ടിരിക്കുകയായിരുന്നല്ലേ. അതിന് റീസൺ ഉണ്ട്. ചിലതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഫണ്ണിനായിരിക്കാം, പക്ഷെ അവസാനിക്കുന്നത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇതും എനിക്കെന്തോ അങ്ങനെ ഒരു ഫീല് തോന്നി. ലാസ്റ്റ് മേ ബി നിങ്ങൾക്ക് എല്ലാവർക്കും ഹേർട്ട് ആവേണ്ട വരും. അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ആദ്യം സത്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരുടെയും ഫീലിങ്സ് വെച്ച് കളിക്കാൻ പറ്റുന്ന വരില്ലല്ലോ. ഞാനങ്ങനെ ഫീലിങ്സ് വെച്ച് കളിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെനിക്കറിയാടോ. ഞാൻ എൻഗേജ്ഡ് ആണെന്നുള്ള കാര്യം റിച്ച് തന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. അത് വെച്ചായിരിക്കും താനതിന് നിന്നത്. അത് നേരം. അത് ഞാൻ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായി. പിന്നെ ആരുഷ പറയുന്നതിന് മുന്നേ ലക്ഷ്മിയുടെ കയ്യിൽ ആ പേരെഴുതിയ മോതിരം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ജസ്റ്റ് ഫണ്ണിന് വേണ്ടി എല്ലാവരും കൂടി കൈയോടൊന്ന് പൊക്കാന്ന് വിചാരിച്ചൊന്ന് പൊക്കിയതാ. പിന്നെ നീ ചെയ്യുന്നത് എന്തിനാന്നൊക്കെ എനിക്കറിയായിരുന്നു. ആ വർക്കിൻ്റെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ എൻ്റെ വായിലിരിക്കുന്ന കേൾക്കുന്ന കുറയ്ക്കാനൊക്കെയാണ്. എന്താണെങ്കിലും നമുക്കിനി ഈ ടോപ്പിക്ക് വിടാം. നമ്മളെല്ലാവരുടെ പാർട്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ, ഇനി അതിലേക്ക് കിടക്കാം. അതെ, എല്ലാവരും ആയോ? നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടച്ചനും ചേച്ചിയമ്മ ഇപ്പോൾ താഴത്തേക്ക് വരും. ഫസ്റ്റ് കേക്ക് കട്ടിങ്, അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് അടി പരിപാടി. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ബൈ ഗൈസ്. എന്നാലും നിനക്ക് എന്നോടൊരു വാക്ക് പറയാൻ തോന്നി. എടാ എന്നിട്ട് അവൻ ബെസ്റ്റ് ഫ്രണ്ടാന്നും പറഞ്ഞ് നടക്കാം. ഇത് ചെക്ക വല്ലാണ്ട് ഡ്രാമ ഇറക്കാൻ നിൽക്കല്ലേ. എന്റെ കെട്ട് കഴിഞ്ഞായിരുന്നു എനിക്കറിയായിരുന്നല്ലോ. അതറിയായിരുന്നു. പക്ഷെ നീ കല്യാണം കഴിച്ചിരിക്കുന്നത് ആരുഷിന്റെ അനിയത്തിനെന്നുള്ള കാര്യം നീ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അത് പറയണ ഏട്ടായിക്ക് കിട്ടിയില്ലടാ. എന്റെ കുഞ്ഞിങ്ങനെ പിണങ്ങാതെ നീ ഇങ്ങ് വന്നിടാ, ഞാൻ പറയട്ടെ. കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ. ഞാനെല്ലാം നാട്ടിലെത്തിയതിന് ശേഷം അറിഞ്ഞത്. പിന്നെ നിനക്ക് സുഖല്ലേ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ നിന്നെ അറിയിക്കാൻ നീ എല്ലാവരെയും ഒരു ഒളിച്ചോട്ടല്ലേ നടത്തിയത്. ആർക്കും അറിയില്ലായിരുന്നല്ലോ നീ എവിടെയായിരുന്നു എന്നുള്ളത്. നീ എന്നെ അന്ന് റിജക്റ്റ് ചെയ്ത് നന്നായി. അതുകൊണ്ട് എനിക്ക് നിൻ്റെ പാൽക്കുപ്പിനെ കിട്ടി. കുറച്ച് കോഴിത്തരങ്ങളും കുട്ടികളികളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ തന്നെ എനിക്ക് കിട്ടിയത്. നീ എന്ന് പറഞ്ഞത് കറക്റ്റാ. നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ മതി. നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ ഉണ്ടാവും. ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് എൻ്റെ പാൽക്കുപ്പിനെ കിട്ടിയത്. പിന്നെ നിനക്ക് സുഖമല്ലേ? കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ എന്നതുപോലെ മുന്നോട്ട് പോകും സന്തോഷത്തോടെ. എനിക്ക് കറക്റ്റായി അറിയില്ല നിങ്ങൾക്കിടയിൽ എന്താണ് പ്രശ്നം എന്നുള്ളത്. പക്ഷെ നീ ആഗ്രഹിക്കുന്നത് നിനക്കുള്ളതാണെങ്കിൽ എന്താണെങ്കിലും കിട്ടാം. എല്ലാം ഓക്കെ ആവും. എന്നാ നമുക്ക് അവിടേക്ക് പോവാം. എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും. ഇത് നോക്കി ആരാ വരുന്നേന്ന്. ഇന്നത്തെ താരങ്ങളെത്തിയല്ലോ. ചുള്ളനും ചുള്ളത്തിനും കണ്ടാ പറയൂ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനോ പോകുന്നേന്ന്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ എന്നേ തോന്നത്തുള്ളൂ. ഇത് അമ്മൂസ് വേണ്ടാട്ടാ. ഉഫ്, എൻ്റെ ചേച്ചിയമ്മയ്ക്ക് നാണോ? ലക്ഷ്മിടാ ചേട്ടച്ചാ. മതി ഇവിടെയുള്ള കുറച്ച് പേരെങ്കിലും ചേച്ചിയമ്മയ്ക്ക് അറിയായിരിക്കും. എന്നാൽ ചേട്ടച്ചൻ അങ്ങനെ അറിയാൻ ചാൻസില്ല. എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം. വാ, ഇത് റിച്ചാണ്. ചേട്ടച്ചൻ കണ്ടിട്ടില്ലെങ്കിലും പറഞ്ഞൊരുപാട് കേട്ടിട്ടുണ്ടാവും. എൻ്റെ ലക്ഷ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഓ ഹലോ, നൈസ് ടു മീറ്റ് യു. ഹായ്, നൈസ് ടു മീറ്റ് യു ടു. ഇവർ രണ്ടാളും എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേൾക്കാം. അപ്പോൾ തൊട്ടുള്ളൊരാഗ്രഹമാണ് നേരിട്ട് ഇങ്ങനെ കാണണം എന്നുള്ളത്. അതിപ്പോൾ നടന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇത് റബേക്ക മാം, ഇത് സിയാൻ സാർ, ഞങ്ങളുടെ ബോസാണ് രണ്ടാളും. അപ്പോൾ പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞില്ലേ ഗൈസ്? എന്നാൽ പിന്നെ നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം.
ദേ കേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നീ കട്ട് ചെയ്യാം. പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്താ. അപ്പം ഞാൻ ലേറ്റ് ആയില്ല എത്താനായിട്ട്. ജോ ഡാ നീ ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. നീ കറക്റ്റ് ടൈമിന് എത്തിയത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ചേട്ടച്ചനും ചേച്ചമ്മയ്ക്കും എൻ്റെ വക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക്സ് ഡാ. ആരുഷ്, നീ കൂടെ ഇല്ലാതിരുന്ന ഈ 6 മാസം ശരിക്കും എന്താ പറയാ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ആൻഡ് ഐ ലവ് യു. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ റൊമാൻസ് ഒക്കെ പിന്നെ ആവാം. ഇന്നത്തെ ദിവസം ഇവരുടെയാണ്, അത് നിങ്ങൾ കട്ടെടുക്കരുത് പ്ലീസ്. അത് പറഞ്ഞപ്പോഴാ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തില്ലല്ലോ. ഇത് ജോ, ഐ മീൻ ജ്യോതിക, നമ്മുടെ ആരുഷിന്റെ ഫിയാൻസിയാണ്. അതുപോലെ ഇത് റിച്ചാർഡ്, അവരുടെ കൊളീഗാണ്. അങ്ങനെ ആരുഷിന്റെയും ലക്ഷ്മിയുടെയും. പിന്നെ അത് റെബേക്ക, അത് സിയാൻ, ഇവരുടെ ബോസാണ്. ഓ ഹായ്, നൈസ് ടു മീറ്റ് യു ഓൾ. ആരുഷിന്റെ ഫിയാൻസിയോ? അപ്പൊ അവരുടെ കല്യാണം? ഇവരുടെ കല്യാണം ഉറപ്പിച്ചേക്കുന്നതാ നെക്സ്റ്റ് മന്ത് ലാസ്റ്റോട് കൂടിയാണ്. എന്താ നിങ്ങൾ ഇതൊന്നും ഇവരടുത്ത് ഷെയർ ചെയ്തിട്ടില്ല? ആരുഷ്, അത് പിന്നെ ചേട്ടച്ച ടൈം ഉണ്ടല്ലോ, അതാ. പിന്നെ ഇന്ന് ജോ വരുന്ന അറിയായിരുന്നു. അപ്പോ ഇന്നിവിടെ വെച്ച് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാന്ന് വിചാരിച്ചത്. ഓ ഓക്കെ. ഓഹോ, ഇനിയും സംസാരിച്ചിരുന്ന ടൈം കളയാണ്ട് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട ലവ് ബേർഡ്സ് കേക്ക് കട്ട് ചെയ്യാൻ നോക്കാം. എന്താണ് ഈ സംഭവിക്കുന്നത്? എന്തേ നടക്കുന്നതൊക്കെ? ആരുഷ് ഓൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ ഇത് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിലെന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഹാർട്ട് സൈഡിലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും, നമുക്കത് കണ്ടെത്താം. അപ്പം ഇത് കാണിക്കാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പാർട്ടിക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ നിൻ്റെ അടുത്ത്, ഞാൻ മൂവ് ഓൺ ആയി. ഞാനിപ്പോൾ എൻ്റെ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് എത്ര പറഞ്ഞിട്ടൊന്നും എൻ്റെ തലയിൽ കയറുന്നുണ്ടായില്ല. അതൊന്നും കൂടി നല്ല രീതിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് ഇന്ന് നിന്നെ ഞാനിവിടെ വിളിച്ചെടുത്തിയത്. അതിന് ലൈവ് ഷോയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ലടാ. നീ പറയുന്നതൊക്കെ എനിക്ക് വിശ്വാസമാണ്. അതിനൊരു പ്രൂഫിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിങ്ങനെ പറയുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു ഇത് സ്വീകരിച്ചത്. പിന്നെ നമ്മളെ മാത്രമല്ലല്ലോ, നമ്മുടെ ഫാമിലി നോക്കണ്ടേ? നീ ഒരു കാലത്ത് നോക്കിയതുപോലെ. അവസാനമായി ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. എന്നെ സ്നേഹിച്ച നിനക്ക് എങ്ങനെ അവളെ സ്നേഹിക്കാൻ പറ്റുക? അതിനുള്ള ഉത്തരം എൻ്റെ മുന്നിൽ നിൽക്കുന്ന നീ തന്നെയാണ്. ഓ ഐ എം സോറി. നീ എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ, എല്ലാം അഭിനയമായിരുന്നില്ലേ? നിന്നെ പോലെ മറ്റുള്ളവരുടെ ഫീലിങ്സ് വെച്ച് കളിക്കാൻ എന്നെ കിട്ടില്ല. ഞാനെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് അവളോട് നേരത്തെ തന്നെ, എൻ്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഇത് എൻ്റെ ഫാമിലിന് വേണ്ടിയാണ്. ഇനിയെങ്കിലും നിൻ്റെയും എൻ്റെയും ലൈഫ് നശിപ്പിക്കാതെ നിൻ്റെ ഫാമിലിൻ്റെ കൂടെ, നിൻ്റെ ഭാര്യയുടെ കൂടെ ഹാപ്പിയായി ജീവിക്കാൻ നോക്കൂ നീ. ഓക്കെ, പക്ഷെ ഒരിക്കൽ നിൽക്കുന്ന മനസ്സിലാവും. ഞാൻ എൻ്റെ സൈഡ് ന്യായീകരിക്കുന്നൊന്നുമില്ല. എൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്. എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ ഒരിക്കൽ പോലും എന്നെ കേൾക്കാൻ നീ നിന്നിട്ടില്ല. ഒരിക്കൽ എന്താണെങ്കിലും നിനക്കെന്നെ ശരിക്കും മനസ്സിലാവും. എന്നാ പിന്നെ ശരി, ഞങ്ങൾ ഇറങ്ങാണ്. ഓക്കെ, വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിലും. നമുക്കിനിയും കാണാം.
എന്നാൽ പിന്നെ ഞാനും ഇറങ്ങാണ്. നല്ലോണം ലേറ്റ് ആയല്ലോ. ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല. വന്നതും ഞാൻ ഇങ്ങോട്ടാണ് വന്നത്. വീട്ടിൽ ചെന്ന് മുഖം കാണിച്ചില്ലെങ്കിൽ സെറ്റാവില്ല. അപ്പോൾ ശരി. ജോ മോളെ, നീ ഒറ്റയ്ക്ക് പോണ്ട, നിന്നെ ആരഷ് ഡ്രോപ്പ് ചെയ്യാം. ഡാ കൊണ്ടാക്കിയിട്ട് വായോ. ഓക്കെ ചേട്ടച്ച. ഇറങ്ങിക്കോ. നീ ഇറങ്ങിക്കോ, കുറച്ച് സംസാരിക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് നിനക്ക് പോവാം. എന്താ നിനക്ക് സംസാരിക്കാനാണെന്ന് പറഞ്ഞത്? അവൻ തിരിച്ചു വന്നല്ലേ ഇന്നവിടെ കണ്ടത്? അത് നീ പറയാറുള്ള നിന്റെ പാസ്റ്റ് അല്ലേ? നിനക്കതെങ്ങനെ മനസ്സിലായി? ഇതൊന്നും മനസ്സിലാക്കാൻ അത്ര കഷ്ടപ്പാടില്ലടാ. നിന്നെ ഞാൻ ഹഗ് ചെയ്തപ്പോഴും നിന്നോട് സംസാരിച്ചപ്പോഴും അവിടെയുള്ള ആരുടെയും മുഖത്ത് കാണാത്തൊരു എക്സ്പ്രഷൻ ഞാൻ ആ മുഖത്ത് കണ്ടു. നല്ല അസല് ജലസി. എല്ലാ റിലേഷൻഷിപ്പിലും ജലസി ഉണ്ടാവും, അത് സർവ്വസാധാരണമാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ പ്രണയത്തിലുണ്ടാവുന്നത് കണ്ടുപിടിക്കാൻ എളുപ്പം. അത് കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും. അവൻ്റെ നോട്ടത്തിലുണ്ടായിരുന്നു അത്. എന്നടാ നിങ്ങൾ രണ്ടാളും പിന്നെയും പാച്ചപ്പായ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. ഇനി ഒരു കാലത്തും കൂടിച്ചേരാൻ കഴിയാത്ത വിധം ആ കഥ എന്ന് അവസാനിച്ചതാ. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്കത് കണ്ടിന്യൂ ചെയ്താൽ മതി. ഞാൻ ഒരിക്കലും നിന്നെ ഫോഴ്സ് ചെയ്യില്ല. നിനക്കറിയാലോ അത്. ആയിനോ? പിന്നെ ഇരുന്ന് സീരിയസ് ആക്കി എടുക്കൊന്നും വേണ്ട. ഞാൻ കണ്ടപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്കറിയാലോ ഞാനൊന്നും ഉള്ളിൽ വെച്ച് നടക്കില്ല എന്ന്. അതാ. പിന്നെ നീ കയറുന്നില്ലേ? ഇല്ല, ഇപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. നീ ചെന്നോ, ഞാൻ പോവാന്നാ. ബൈ. ഓക്കെ ബൈ, ടേക്ക് കെയർ, സീ യു ലേറ്റർ. എടാ മതിയെടാ, നിർത്ത്. നീ ഇതിങ്ങനെ കേട്ടിട്ട് എന്താ കാര്യം? നീ നിർത്തിക്കേ, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്നാ ഞാൻ നിർത്തില്ല. എന്നാ എനിക്ക് കുളിക്കണം. എന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണം. ഇത് വേണം എനിക്ക്. ഡാ എന്താണ് ഇങ്ങനെയൊക്കെ? എടാ എല്ലാം മൊത്തത്തിൽ അവസാനിച്ചിട്ടില്ല. ഒരു കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനി അവസരമില്ലേ? ആ കാര്യത്തിൽ എനിക്ക് വല്ല ഉറപ്പൊന്നുമില്ല. എനിക്കറിയോ, ഇന്ന് ലവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ ഒക്കെ അഭിനയമായിരുന്നെന്ന്. ഐ നോ എൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ എന്നൊന്ന് കേൾക്കാൻ ഒരിക്കലെങ്കിലും അവൻ എന്നെ കേട്ടിരുന്നെങ്കിൽ. എത്ര തവണയായി ഞാൻ നടക്കുന്നു. ഒരിക്കലെങ്കിലും നീ കേൾക്കണം. അവനൊരിക്കലും എന്നോട് പറഞ്ഞത് എന്താന്ന് നീ അറിയണം. ഞാൻ ഒരിക്കലും അവനോടൊന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞ ഉത്തരം അരവാ. എന്താണ് മിസ്റ്റർ ബണ്ണി, നിനക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ട്. നീ ധൈര്യമായിട്ട് അങ്ങ് ചോദിക്കുക, എന്നിട്ട് എന്തെങ്കിലും കിട്ടാനുള്ളതൊക്കെ അങ്ങ് വാങ്ങ്. അതെ, ഇത് ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്. മറ്റുള്ളതുപോലെ ഫണ്ണായിട്ട് കാണരുത്. കറക്റ്റായിട്ട് ആലോചിച്ചിട്ട് എനിക്കൊരു ആൻസർ തന്നാൽ മതി. ഓക്കെ ഫൈൻ, ചോദിക്കുന്നീ. ഇൻ കേസ് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായെന്ന് വിചാരിക്കുക, അതായത് നിന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്ന രീതിക്ക്, അപ്പോൾ നീ എന്നെ ഇട്ടിട്ട് പോകുമോ? അത് സിറ്റുവേഷൻ പോലെ ഇരിക്കും. പക്ഷേ എനിക്കൊന്നറിയാം, ഇനി നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ നിന്നങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോവില്ല. നീ ഒപ്പിച്ച് വെച്ച കൊടുത്ത കേടെന്താന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ശിക്ഷ നിനക്ക് ഞാൻ തരും. അത് കഴിഞ്ഞ് നിന്നോട് ഞാൻ അങ്ങ് ക്ഷമിക്കും. അല്ലാണ്ട് നീ ഇല്ലാത്തൊരു ജീവിതം അതിന് നടക്കില്ല. I love you, Achu. I love you so much. I hate you too, Mr. Bunny. അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞവന ഇത് എന്നെ ഉപേക്ഷിക്കുക മാത്രമല്ല അവൻ ചെയ്ത്. അവൻ്റെ ലൈഫിൽ മറ്റൊരാളെയും കൂടി അവൻ കയറ്റി. എന്നോട് അവരെന്താ പറഞ്ഞതെന്നറിയുന്നവർക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ ഹാപ്പിയായി ജീവിച്ചോളാൻ പറ്റുമോ? അതിനെനിക്ക് എല്ലാ രീതിക്കും ഞാൻ തോറ്റു. അല്ല,
അവൻ എന്നെ തോൽപ്പിച്ചു. അത്രയും സ്നേഹിച്ചിട്ടും എന്നെ മനസ്സിലാക്കാൻ അവരായില്ല. എടാ, നീ ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. നീ ഇത് നിർത്തിക്കേ, വാ, ഞാൻ നിന്നെ റൂമിൽ കൊണ്ടാക്കാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മൈ സോൾമേറ്റ്. ലൈഫ് ഈസ് പെർഫെക്റ്റ് വിത്ത് യു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മൈ എവറിത്തിങ്. ലൈഫ് ഫീൽസ് കംപ്ലീറ്റ് വിത്ത് യു. എന്താണ് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? പഴയതൊക്കെ ഇങ്ങനെ ഓർക്കലായിരുന്നു. എത്ര പെട്ടെന്നാലേ കാലങ്ങൾ കടന്നു പോകുന്നത്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത്. 25 വർഷം എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് താൻ പറഞ്ഞത് കറക്റ്റാ. ഞാൻ ഓർക്കാതിരുന്നില്ല അതൊന്നും. ഒന്നോർത്താ എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നത്. താൻ എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നതും ഇന്ന് ഈ നിലയിലെത്തിയതും എല്ലാം 25 വർഷം പിറകിലോട്ട് പോയാൽ അന്ന് എൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റായി ഒരുപാട് ഡ്രീംസ് മുറുകെ പിടിച്ച് നിൽക്കുന്ന എന്നെ തേടിയെത്തിയത് ഞങ്ങളുടെ പാരൻസിൻ്റെ കാർ ആക്സിഡൻറ്റിൻ്റെ ന്യൂസായിരുന്നു. അന്ന് അവർ രണ്ടാളും ഞങ്ങളെ 3 പേര് തനിച്ചേക്ക് പോയപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ അവരെൻ്റെ സഹോദരങ്ങളായിട്ട് കണ്ടിട്ടില്ല. എൻ്റെ മക്കൾ തന്നെയാണ് ആ സമയത്താണ് താൻ ഞങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അവർക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു, പേടിയായിരുന്നു. താൻ അവരെ നല്ലോണം നോക്കൂ. ശരിക്കും ഒരമ്മയുടെ സ്നേഹം തനിക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കാണാൻ പറ്റുമോ? താൻ എന്നെ സ്നേഹിക്കുമായിരിക്കും, പക്ഷെ അവരുടെ കാര്യം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ആശങ്കകളും മനസ്സിൽ മുറുകെ പിടിച്ചോണ്ടാണ് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാമെന്ന തീരുമാനം ഞാൻ എടുക്കുന്നത്. പക്ഷേ അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ. എൻ്റെ ജീവിതത്തിലേക്ക് താൻ കടന്നു വന്ന ദിവസം തന്നെ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം താൻ പോലും അറിയാതെ താൻ എനിക്ക് തന്നു. താനെന്ന ആരോഗ്യ മ്യൂസിയം നോക്കി എന്നോട് പറഞ്ഞത് തനിക്ക് ഓർമ്മയുണ്ടോ? നമുക്കെന്തിനാ വേറെ മക്കള്, ഇവർ പോരേന്ന്. അതിലുണ്ടായിരുന്നു എൻ്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം. അതിനോട് എനിക്ക് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. കാരണം തനിക്കും തൻ്റെതായ ആഗ്രഹങ്ങളില്ലേ? താനൊരു മനുഷ്യനല്ലടോ. അമ്മയാവാന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ചിലർക്കത് വലിയൊരു ആഗ്രഹമാണ്. പറഞ്ഞു കേട്ടിട്ടില്ലേ, മക്കളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അത് താൻ എൻ്റെ മക്കൾക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കാന്ന് പറയുമ്പോൾ, പിന്നെ അവർ വളർന്ന് വലുതായി വരുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. താനി കൊടുക്കുന്നതൊക്കെ അവർക്ക് തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ. പക്ഷേ ഇന്നെനിക്കൊരു തരത്തിലുള്ള ആശങ്കകളില്ല. താൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ അവരും തനിക്ക് തിരിച്ചു തരുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചൊരു കുടുംബമാണ് നമ്മുടേത്. ഇനി കുറച്ച് കഴിയുമ്പോൾ അവരവരുടെ കാര്യം നോക്കി പറക്കുമായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷെ എന്ത് വന്നാലും ഞാനൊരു വാക്ക് തരാം, എൻ്റെ മരണം വരെ ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും. തൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാത്തിലും തനിക്ക് താങ്ങായിട്ട് ഞാൻ കാണുടോ. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ ഒരാളുള്ളൂ, താൻ. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനും എന്നെയും നമ്മുടെ മക്കളെയും എത്രയധികം സ്നേഹിക്കുന്നതിനും ഒരുപാട് നന്ദിയുണ്ടോ. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു ടു. അല്ല, എന്താ ഇത്, നിങ്ങളൊന്നും എന്നെ കരയിപ്പിക്കാൻ നോക്കുകയാണോ? അതല്ലടോ, പഴയതെല്ലാം ഒന്ന് ഓർത്തെടുത്തതാ. താൻ ഞങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നില്ലെങ്കിൽ മേ ബി ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിതൊക്കെ പറയേണ്ടതല്ലേ? ഒരു അനാഥ പെണ്ണായി എന്നെ സ്വന്തം പോലെ കണ്ട നിങ്ങളോട് ഞാൻ എന്ത് പറയണം? എന്നെ സ്വന്തം അമ്മയായി കണ്ട എൻ്റെ മക്കളോട് ഞാൻ എന്ത് പറയണം? നിങ്ങൾ 3 പേരുണ്ടായിരുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആയിരിക്കില്ലാന്നേ. അപ്പോൾ പിന്നെ പരസ്പരം നന്ദി പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തുന്നത് നമ്മുടെ സ്നേഹ. അതുള്ളിടത്തോളം കാലം നമ്മളെന്നും ഇങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകും. കടവളെ തോക്ക് ഇടെന്തിനാടി ഇതൊക്കെ പിടിച്ചു നിൽക്കുന്നേ? ഉന്നെ കൊല്றதுக்குடா கோழி, இன்னைக்கு நான் விட மாட்டேன். பேபி அப்படி செய்யக்கூடாது. உன்னோட புறக்காத പിള്ളകൾക്ക് അപ്പനില്ലാണ്ടാവടി, കൊല്ലാതടി. അത് സാരില്ല, ഞാൻ വേറെ കെട്ടി പിള്ളേരുണ്ടാക്കിക്കൊണ്ട് അപ്പോൾ അവർക്ക് അപ്പനുണ്ടായിക്കോളും. നീ ഇപ്പം ഇത് പറയും, നിന്റെ എവിടെ വെടി വെക്കണം? ആ കോഴി ഹൃദയത്തിൽ വെക്കണോ അതോ നിന്റെ ആ കാമക്കണ്ണുകളിൽ വെക്കണം? കൃഷ്ണ, നോം എന്തായി കേക്കണേ? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കുട്ടിയെ, നീ ജയിലിൽ പോവുമെടി. അത് പാൽക്കുപ്പി പറഞ്ഞതൊരു പോയിന്റാണ്, അതുകൊണ്ട് ഞാൻ വെടി വെക്കുന്നില്ല. നമുക്ക് ബോക്സിങ് കളിക്കാം. മോ വാ വാ. എങ്ങനെ പോയാലും മരണം ഉറപ്പായി. വാവ്.
One eternity later. എന്തിനാടി എന്നെ ബാക്കി വെച്ചേക്കുന്നത്? കൊന്നിട്ട് പൊടി. അയ്യോ ദേഹം മൊത്തം വേദനിക്കണേ അമ്മേ. കൊല്ലത്തില്ല, നിന്നെ ഞാൻ കൊല്ലാതെ കൊല്ലുള്ളൂ. ഇനി മേലാ നീ വായി നോക്കിയാ പൊന്നു മോനെ പുന്നാര മോനെ നീ ശവപ്പെട്ടി കയറും. ദൈവമേ സൈക്കോ ഭാര്യ. അയ്യോ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. വേദനിക്കണേ. ഓ നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഒരാളും വരില്ല, നീ അത് മോഹിക്കണ്ട. എന്നാ പോയി കിടന്നോ. എങ്ങോട്ടാ? കിടക്കാൻ. അതിനെങ്കിലും സമ്മതിക്കടി. മോൻ കിടന്നോ, ആരും അറിഞ്ഞു വേണ്ടാന്ന്. പക്ഷെ ബെഡിലല്ല, സോഫയില്. പോടാ. എടി എടി, ഒരു നാൾ എനിക്കും വരും, നീ ഓർത്തോ? വരും വരും. ഈ ജന്മായിരിക്കില്ല, ഇനി വരുന്ന ജന്മങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കാം. അതപ്പം നമുക്ക് നോക്കാം. ഇപ്പൊ പോയി കിടക്കാൻ നോക്ക്. അമ്മേ എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? അതേ വേഗം ചെല്ലാൻ നോക്ക്, എനിക്ക് ലൈറ്റ് ഓഫ് ആക്കി കിടക്കാനുള്ളതാ. ഇപ്പൊ ഞാൻ ബെഡിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയിട്ടുള്ളൂ. ഇനി ഞാൻ റൂമിൽ നിന്നും കൂടി ഗെറ്റ് ഔട്ട് അടിക്കും. അത് വേണ്ടെങ്കിൽ വേഗം ചെന്ന് കിടക്ക്. പോയി കിടന്നു. നീ ലൈറ്റ് ഓഫ് ആക്കിക്കോ. തേങ്ങ നാളെ എണീക്കണ്ട. എന്തിനായിരുന്നു നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിന്നെ സ്നേഹിക്കുക മാത്രമല്ലേ ചെയ്ത്? എന്നെ നീ എന്തിനാ ഇങ്ങനെ തകർത്ത് കളഞ്ഞത്? എന്തിനായിരുന്നു? ഞാൻ പറഞ്ഞതൊക്കെ കള്ളവാ. നിന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞതും നിന്റെ മുഖം കാണുന്നത് പോലും വെറുപ്പാന്ന് പറഞ്ഞതും എല്ലാം കള്ളാ. ഇഷ്ടമാണ് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം. അത് കൂടുന്നതല്ല കുറയുന്നില്ല. നീ എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താ. നീ അടുത്ത് വരുമ്പോ നീ ചെയ്തതെല്ലാം ഞാൻ മറക്കാം. എനിക്ക് നിന്നോടുള്ള ദേഷ്യം എങ്ങോട്ടാ ഇല്ലാണ്ടായി പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് പേടിയാണ്, ശരിക്കും പേടിയാ. നിന്റെ മുന്നിൽ ആ പഴയ ആരുഷായി ഞാൻ നിൽക്കുമെന്ന്. അതെന്നെ കൊണ്ടാവില്ല. അതിനി വേണ്ട. നിന്നോട് എത്ര ശ്രമിച്ചിട്ടും ക്ഷമിക്കാൻ എനിക്കാവുന്നില്ല. I wish I could stop loving you, but my heart refused to let go. I hate the way I can't hate you even after everything. എന്നെങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിനോട് ഒരു കാലത്തും ക്ഷമിക്കില്ല. നീ എങ്ങനെയോ ആയിരുന്നിരിക്കട്ടെ, ഞാൻ നിന്നെ സ്നേഹിച്ചത് സത്യമായിരുന്നു. എന്നെയും സ്നേഹിക്കും എൻ്റെ അവസാന ശ്വാസം വരെ. പക്ഷെ എന്റെ ജീവിതത്തിൽ നീ വേണ്ട. അത് ഞാൻ ഉറപ്പിച്ചതാ. അതിന് ഒരു മാറ്റവും ഇല്ല.